ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ബീർ ബഹുട്ടി എന്ന പാഠമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബീർ ബഹുട്ടി एक कहानी है. ബീർ ബഹുട്ടി ഒരു കഥയാണ്. इसके രചയിതാ ഹെ പ്രഭാത്. ബീർ ബഹുട്ടി എന്ന കഥ എഴുതിയിട്ടുള്ളത് പ്രഭാത് ആണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ ആത്മസൗഹൃദത്തിൻ്റെ ഒരു കഥയാണ് ഇത്. അവരുടെ ആത്മസൗഹൃദത്തെ അല്ലെങ്കിൽ നിഷ്കളങ്കമായ അവരുടെ സ്നേഹത്തെ ഇണക്കിച്ചേർക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് ബീർ ബഹുട്ടി എന്ന മഴക്കാല കീടത്തെ, പ്രാണിയെ കഥാകാരൻ ഈ കഥയിൽ സൂചിപ്പിക്കുന്നത്. സ്കൂളിലേക്ക് വളരെ നേരത്തെ തന്നെ പുറപ്പെടുന്ന 2 കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് വയൽ വരമ്പിൽ അവർ ബീർ ബഹുട്ടിയെ തിരയുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ആ കഥ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൂടെ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ബാദൽ ബഹുത്ത് ബർസ്ലിയേത്. മേഘം അല്ലെങ്കിൽ മഴ വല്ലാതെ വർഷിച്ചിട്ടുണ്ടായിരുന്നു. ഫിർബി ബഹുത്ത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാദ. എന്നിട്ടും ധാരാളം വെള്ളം അതിൽ അഥവാ മേഘത്തിൽ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ചായ ഹുയേത്. അവ വയലുകൾക്കും കാടുകൾക്കൊക്കെ മുകളിലായി വ്യാപിച്ചു കിടന്നിരുന്നു. സാര ആകാശ് മേഘോം സെ ഭരാദ. ആകാശം മുഴുവൻ മേഘാവൃതമായിരുന്നു. മേഘോം കി ചായാവുമേം ഗീലി ഹവായും ഇതർ ഉദർ ഘൂം രഹീതി. മേഘത്തിൻ്റെ ആ തണലിൽ നനഞ്ഞ കാറ്റുകൾ അവിടെയും ഇവിടെയും വീശുന്നുണ്ടായിരുന്നു. പേടോം കെ തന്നെ അബീബി ഗീലേത്. മരത്തിൻ്റെ തടികൾ ഇപ്പോഴും നനഞ്ഞു കിടക്കുന്നു. മൂങ്ക് ഫലിയോം കെ ഹരേ ഗേത്തോമേം പീലെ ഫൂൽ അബീബി ഗീലേത്. നിലക്കടലയുടെ ആ പച്ച വയലിൽ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞു കിടക്കുന്നു. ഗേത്തോമേം ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ. വയലുകളിൽ ചെറിയ ചെറിയ ചോളത്തൈകൾ മുളച്ചു വന്നിരിക്കുന്നു. ബാജ്രയ്ക്ക് ലെമ്പെ പത്തലെ പാത്തോമേം പാനി കി ബൂന്തേം അടക്കി ഹുയീതി. ചോളത്തിൻ്റെ നീണ്ടുമെലിഞ്ഞ ഇലകളിൽ വെള്ളത്തിൻ്റെ തുള്ളികൾ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ബാരിഷ് കി അവാമേം ഗീലെ ഗേത്തോം ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഘുലി ഹുയീതി. മഴയത്തുള്ള ആ കാറ്റിൽ നനഞ്ഞ വയലിൽ മഴയുടെ ആ പച്ചപ്പിൻ്റെ ഗന്ധം വ്യാപിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആദ്യ പാരഗ്രാഫിൽ തന്നെ കഥയുടെ ഒരു പശ്ചാത്തലമാണ് കഥാകാരൻ വിശദീകരിക്കുന്നത്. മഴക്കാലത്ത് കാണപ്പെടുന്ന ബീർ ബഹുട്ടി എന്ന പ്രാണിയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് മഴ കഴിഞ്ഞുള്ള ഒരു സമയം കഥാകാരൻ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഉനേം ബീർ ബഹുട്ടിയോം സെ മിൽന ഹോത്താത. അവർക്ക് ബീർ ബഹുട്ടികളെ കാണേണ്ടതുണ്ടായിരുന്നു. സോ വേ സ്കൂൾ കേലിയെ ഗർസെ കുച്ച് സമയ പഹലെ നികലാത്തേത്. അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സമയം നേരത്തെ പുറപ്പെട്ടിരുന്നു. കസ്ബെ സെ സഡെ ഇൻ ഖേത്തോമേം ബീർ ബഹുട്ടിയാ ഗോജ കർത്തേത്. പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വയലുകളിൽ ബീർ ബഹുട്ടിയെ തിരയേണ്ടതുണ്ടായിരുന്നു. സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹുട്ടിയാം. ചുവന്ന മൃദുവായ സുന്ദരമായ ബീർ ബഹുട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം. ഭൂമിയിലൂടെ അങ്ങുമിങ്ങും സഞ്ചരിക്കുന്ന രക്തത്തിൻ്റെ മനോഹരങ്ങളായ തുള്ളികൾ. ഉൻകെ ബസ്തേ ഉൻകി പീഡ് പർ ലതേ ഹോത്തേതേ. അവരുടെ ബാഗുകൾ അവരുടെ പുറത്ത് തൂക്കിയിട്ടിരുന്നു. കന്ധോം പർ ഢങ്കെ ഹോത്തേതേ. ചുമലിലൂടെ അവർ തൂക്കിയിട്ടിരുന്നു ബാഗുകൾ. വേ ഏക് ദൂസരെ കെ ബഹുത്ത് നസ്ദീക് രേക്കർ ബൽക്കി കഹ്നാ ചാഹിയെ ബിൽക്കുൽ സട്കർ ബീർ ബഹുട്ടിയാ ഗോച്ചതേ. അവർ മറ്റൊരാളോട് അടുത്തു ചേർന്നുകൊണ്ട് വളരെയധികം അടുത്തു ചേർന്നുകൊണ്ടാണ് ബീർ ബഹുട്ടികളെ തിരഞ്ഞിരുന്നത്. उन्हें देखने के लिए
വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ ബൈഠ് ജായാ കർത്തേ थे. അവയെ കാണാൻ അവർ മഴ കൊണ്ട് നനഞ്ഞ ആ തവിട്ടു നിറമുള്ള ഭൂമിയിൽ ഇരിക്കുകയായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വയലിൽ ബീർബൗട്ടിയെ വളരെ കൗതുകത്തോടെ തിരയുന്ന 2 സ്കൂൾ കുട്ടികളെയാണ് കഥാകാരൻ ഇവിടെ എടുത്തു കാണിക്കുന്നത്. കഥാപാത്രങ്ങളുടെ പേര് പറയാതെ വേ ഉനയം തുടങ്ങിയ സർവനാമങ്ങളിലൂടെയാണ് ഈ കഥാപാത്രങ്ങളെ കഥാകാരൻ പരിചയപ്പെടുത്തുന്നത്. ഈ പാരഗ്രാഫിൽ കഥാകാരൻ പ്രധാനമായും വർണ്ണിക്കുന്നത് ബീർബൗട്ടികളെക്കുറിച്ചാണ്. സുർഖ്, മുലായം, ഗദ്ബദി തുടങ്ങിയ വർണ്ണനകളാണ് ബീർബൗട്ടികൾക്ക് കഥാകാരൻ നൽകിയിരിക്കുന്നത്. ബേല ദേഖോ ഈസ് ബീർബൗട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ. ബേല നോക്കൂ, ഈ ബീർബൗട്ടിയുടെ നിറം നിൻ്റെ റിബൺ പോലെ ചുവന്നതാണ്. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുന ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? വീണ്ടും സാഹിൽ ചോദിച്ചു. ആ സുന, അതെ കേട്ടു. പഹലി ഗണ്ടി ലഗ് ഗയി ഹെ, ഫസ്റ്റ് ബെൽ അടിച്ചു. ലേക്കിൻ മുജെ പെൻമേം സ്യാഹി ബി ബർവാനി ഹെ ദുക്കാൻ സെ. എന്നാൽ എനിക്ക് പേനയിൽ മഷി നിറക്കണം കടയിൽ നിന്ന്, സാഹിൽ പറഞ്ഞു. ഇവിടെ ബീർബൗട്ടികളെ തിരയുന്നതിനിടയിൽ ഉള്ള ചെറിയ ഒരു സംഭാഷണമാണ് ഉള്ളത്. ഈ സംഭാഷണത്തിലൂടെയാണ് കഥാപാത്രങ്ങളുടെ പേര് ബേല, സാഹിൽ എന്നിങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സ്കൂളിലെ ബെല്ലടിക്കുന്ന സമയത്ത് പേന മഷി നിറയ്ക്കേണ്ട ആ കാര്യം സാഹിലിന് ഓർമ്മ വരികയാണ്. 1981 കാ സാൽ, കൊല്ലവർഷം 1981. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിൽ ജയ്പൂരിനടുത്തുള്ള യാത്രാവാഹനങ്ങൾ കൊണ്ടും ചരക്ക് വാഹനങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഫുലേറ ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയാം, പട്ടണത്തിലെ ഏതാണ്ട് വിജനമായ തെരുവുകൾ. ഗലിയോമേം ഖാമോഷ് ബഡേ ബിജലി കെ ഗംബെ, ആ തെരുവുകളിൽ അവിടെയും ഇവിടെയുമായി കാണപ്പെടുന്ന വൈദ്യുത പോസ്റ്റുകൾ. ഖംബോം കെ ബീച്ച് ഖിഞ്ചി താരോം കി കത്താരയും, ഈ പോസ്റ്റുകൾക്കിടയിൽ, വൈദ്യുത പോസ്റ്റുകൾക്കിടയിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പികൾ. ഇൻ ഗലിയോമേം ജഹാം തഹാം ദിഖായി പടുത്തെ മീട്ടെ ഗണ്ടിയാ ബജാത്തെ ഫേറി വാലെ, ഈ തെരുവിൽ അവിടെയും ഇവിടെയും കാണപ്പെടുന്ന തെരുവു കച്ചവടക്കാർ. ഏക്ക് അന്തേരി സി ഗലിമേം ചേ സാത്ത് ഗദോങ്കി ഗുരോങ്കി ടാപ്പോങ്കി ആവാസേം, ഒരു ഇരുണ്ട തെരുവിൽ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. ഉൻകെ പീച്ചെ ചൽത്ത ഏക്ക് ബദൻ ഉഗാഡെ കുംഹാർ, അതിൻ്റെ പിറകെ പോകുന്ന അർദ്ധനഗ്നനായ ഒരു കുശവൻ. ഇസി ദൃശ്യ കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ 2 സ്കൂളി ബച്ചെ ബേല ഔർ സാഹിൽ, ഈ ദൃശ്യത്തിനിടയിലൂടെ കടന്നു പോകുന്ന 2 സ്കൂൾ കുട്ടികൾ, ബേല അതുപോലെ സാഹിൽ. ഉൻ ദിനോം പെൻമേം 5 പൈസമേ നീലി സ്യാഹി ബരി ജാത്തി ദി, ആ കാലഘട്ടത്തിൽ പേനയിൽ 5 പൈസയ്ക്ക് നീല മഷി നിറച്ചു കൊടുക്കുന്ന കാലഘട്ടമായിരുന്നു. സ്റ്റേഷനറിക്ക് ദൂക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേ സ്യാഹി ബർത്തിയത്, സ്റ്റേഷനറി കച്ചവടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. 1981 രാജസ്ഥാനിലെ ഫുലേറ എന്ന കവലയിലാണ് കഥ നടക്കുന്നതെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇടുങ്ങിയ തെരുവുകൾ, വൈദ്യുത പോസ്റ്റുകളും തെരുവ് കച്ചവടക്കാരും കഴുതപ്പുറത്ത് മൺകലങ്ങൾ കെട്ടിപ്പോകുന്ന കുശവനെയും നമുക്ക് ഇവിടെ കാണാം. ഈ ആളുകൾക്കിടയിൽ കൂടെ കടന്നു പോകുന്ന, ഈ ദൃശ്യങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ 2 കഥാപാത്രങ്ങൾ ബേലയും സാഹിലും. ഇതിൽ നിന്ന് നമുക്ക് ബേലയും സാഹിലും താമസിക്കുന്നത് ഫുലേറ എന്ന ജംഗ്ഷനിലാണെന്ന് മനസ്സിലാക്കാം. പെൻമേം കുച്ച് സ്യാഹി ബച്ചീതി, പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, ബാക്കിയുള്ള മഷി സാഹിൽ നിലത്ത് തൂകിക്കളഞ്ഞു. നയി സ്യാഹി ബർവാനെ കെ ലിയെ ദോനോം ദൂക്കാൻ പർ പഹഞ്ചി,
പുതിയ മഷി നിറപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലെത്തി. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दूकान वाले से कहा. ഒരു പേന മഷി നിറച്ചു തരൂ, സാഹിൽ പറയുന്നതിന് മുമ്പ് ബേല കച്ചവടക്കാരനോട് പറഞ്ഞു. बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. മോനെ, മഷിക്കുപ്പി ഇപ്പോൾ കാലിയായല്ലോ, ഇനി നാളെയേ കിട്ടുള്ളൂ. लेकिन इसने तो पेन में जो स्याही दी उसे भी ज़मीन पर छिड़क दिया, ബേല बोली. എന്നാൽ പേനയിൽ ബാക്കിയുണ്ടായിരുന്ന മഷി പോലും ഇവൻ നിലത്ത് ഒഴിച്ചു കളഞ്ഞു, ബേല കച്ചവടക്കാരനോട് പറഞ്ഞു. बादल को देखकर घड़े को नहीं डुलाना चाहिए, दूकान वाले भैया ने कहा. മേഘത്തെ കണ്ടിട്ട് കുടം കമഴ്ത്തി കളയരുത്, കച്ചവടക്കാരൻ പറഞ്ഞു. അവർ പൂച്ച. എന്നൊരു കച്ചവടക്കാരൻ ചോദിച്ചു, കോൻസി മേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചുവി മേ, 5ാം ക്ലാസ്സിൽ. സാഹിൽ നൈസെ ബുരേ മനസെ ബതായ, ജൈസെ പാഞ്ചുവിയും പഠന പാപ് ഹോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ ഒരു പാപം എന്ന രൂപത്തിലാണ്, ഒരു മുഷിഞ്ഞ സ്വരത്തിലാണ് സാഹിൽ മറുപടി പറഞ്ഞത്. ദോനോം, ദൂക്കാൻ വാലെ ബയ്യനെ കഹ. രണ്ടുപേരും, കച്ചവടക്കാരൻ ചോദിച്ചു. ആ ദോനോം, അതെ രണ്ടുപേരും. ഔർ ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹെ, എ. ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷനും ഒന്നാണ്, എ. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ, ജൈസെ യേ കൊയ് ബഹുത്ത് ബഡി ബാത്ത് ഹോ. ഇതേതൊരു വലിയ കാര്യമാണ് എന്ന രൂപത്തിലാണ് ബേല വളരെ സന്തോഷത്തോടെ മറുപടി നൽകിയത്. ഇനി നമുക്ക് ഇതുവരെയുള്ള പാഠഭാഗത്തെ ചില ചോദ്യോത്തരങ്ങൾ പരിശോധിക്കാം. 1. ബീർ ബഹുട്ടി കിസ്കി രചന ഹേ. ചോദ്യം അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ബീർ ബഹുട്ടി ആരുടെ രചനയാണ്? നമുക്കറിയാം ആൻസർ പ്രഭാത്. പ്രഭാതാണ് ബീർ ബഹുട്ടി എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ബീർ ബഹുട്ടി കി പ്രോക്തി ക്യാ ഹെ. ബീർ ബഹുട്ടി എങ്ങനെയുള്ള രചനയാണ്? നമുക്കറിയാം ആൻസർ കഹാനി അഥവാ കഥയാണ്. ബീർ ബഹുട്ടി കഹാനി കെ മുഖ്യ പാത്ര കോൻ കോൻ ഹെ. ബീർ ബഹുട്ടി കഹാനി കെ, ബീർ ബഹുട്ടി കഥയിലെ മുഖ്യ പാത്ര, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കോൻ കോൻ ഹെ, ആരൊക്കെയാണ്? നമുക്കറിയാം. എന്താ ആൻസർ? ബേല ഔർ സാഹിൽ. അടുത്തത്, ഉനേം ബീർ ബഹുട്ടിയോം കോ മിൽന ഹോത്താത കിനേം. അവർക്ക് ബീർ ബഹുട്ടികളെ കാണേണ്ടതുണ്ടായിരുന്നു, ആർക്ക് എന്നാണ് ചോദ്യം. എന്താ അതിൻ്റെ ആൻസർ? ബേല ഔർ സാഹിൽ കോ. അടുത്തത്, ബേല ഔർ സാഹിൽ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നികൽ ആത്തെ തെ ക്യോ. ബേല ഔർ സാഹിൽ, ബേലയും സാഹിലും സ്കൂൾ കെ ലിയെ, സ്കൂളിലേക്ക്, ഘർ സെ കുച്ച് സമയ പഹലെ നിക്കൽ ആത്തെ തെ, വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടിരുന്നു. ക്യോം, എന്തിനാണ്? ആൻസർ ബീർ ബഹുട്ടി സെ മിൽനെ കെ ലിയെ. നേരത്തെ എന്തിനാണ് പോകുന്നത്? ബീർ ബഹുട്ടികളെ കാണാൻ. അടുത്തത്, ബീർ ബഹുട്ടിയോം കി വിശേഷതായേം ക്യാ ക്യാ ഹേ. ബീർ ബഹുട്ടികളുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ സുർഖ്, മുലായം ഔർ ഗദ്ബദി. സുർഖ് ചുവന്നതാണ്, മുലായം മൃദുവായതാണ്, ഔർ ഗദ്ബദി മനോഹരവുമാണ്. അടുത്ത്, ബാദൽ കോ ദേഖ് കർ ഘടേ കോ നെഹീം ഡുലാന ചാഹിയെ. മേഘത്തെ കണ്ടിട്ട് കുടം മറച്ചു കളയരുത്, കമഴ്ത്തി കളയരുത്. ദൂക്കാൻദാറിനെ, കച്ചവടക്കാരൻ, ഐസ ക്യോം കഹ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? പെൻമേം സ്യാഹി ബർവാനെ കെ ലിയെ, പേനയിൽ മഷി നിറപ്പിക്കാൻ വേണ്ടി, ദൂക്കാൻ കി ഓർ ജാത്തെ സമയ, കടയിലേക്ക് പോയ സമയത്ത്, സാഹിലിനെ, സാഹിൽ പെൻമേം ബച്ചി ഹുയി സ്യാഹി, പേനയിൽ ബാക്കിയുണ്ടായിരുന്ന മഷി ജമീൻ പർ ചിടക്ക് ദിയ, നിലത്ത് ഒഴിച്ചു കളഞ്ഞു.
ദൂക്കാൻ മേം സ്യാഹി നെഹീദി, കടയിൽ മഷി ഉണ്ടായിരുന്നില്ല. സാഹിൽ പെൻമേ ബച്ചി ഹുയി സ്യാഹി ചിടക്നെ കി ബാത്ത്, സാഹിൽ പേനയിൽ ബാക്കിയുണ്ടായിരുന്ന മഷി ഒഴിച്ചു കളഞ്ഞ കാര്യം ബേലാനെ, ബേല ദൂക്കാൻദാർ സെ കഹ, കച്ചവടക്കാരനോട് പറഞ്ഞു. തബ്, അപ്പോൾ ദൂക്കാൻദാറിനെ ഐസെ കഹ, അപ്പോഴാണ് കച്ചവടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ ശരിക്ക് വായിച്ചെല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ധന്യവാദ്.